Social Science Standard 6 Unit 7 Medieval India Art and Literature Questions and Answers with Meaning സാമൂഹ്യശാസ്ത്രം 6ാം ക്ലാസ് യൂണിറ്റ് 7 മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ആർക്കിടെക്ചർ സ്റ്റൈൽ ഇൻ മിഡീവിയൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ വാസ്തുവിദ്യയെക്കുറിച്ച് കുറിപ്പെഴുതുക. 1. ഇന്ത്യൻ ടെമ്പിൾ കൺസ്ട്രക്ഷൻ സ്റ്റൈൽ. ഇന്ത്യയിലെ അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ രീതി. ടെമ്പിൾ ഈസ് കാർവ്ഡ് ഔട്ട് ഓഫ് എ സിംഗിൾ റോക്ക്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങൾ. ഉദാഹരണം കൊണാർക്ക് സൺ ടെമ്പിൾ ഒഡീഷ, പഞ്ചരദാസ് ഇൻ മഹാബലിപുരം തമിഴ്നാട്, കേവ് ടെമ്പിൾസ് അറ്റ് എല്ലോറ മഹാരാഷ്ട്ര. Temples were constructed using chiseled rocks and they were multi-stoned. ബൃഹദീശ്വര ടെമ്പിൾ തഞ്ചാവൂർ തമിഴ്നാട്, കാമാഖ്യ ടെമ്പിൾ ആസാം. ക്ഷേത്ര നിർമ്മാണ രീതിയിൽ അടുത്തതായിട്ട് നമ്മൾ ഈ പാഠഭാഗത്ത് കാണുന്നത് ചിസിൽഡ് റോക്സ് ആൻഡ് മൾട്ടി സ്റ്റോർഡ് ടെമ്പിൾസ് ആണ്. ചെത്തിമിനുക്കിയ പാറക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ക്ഷേത്രങ്ങളും ബഹുനില ക്ഷേത്രങ്ങളും. അവയ്ക്ക് എക്സാമ്പിളാണ് ബൃഹദീശ്വര ടെമ്പിളും കാമാഖ്യ ടെമ്പിളും. ടെമ്പിൾസ് വാൾസ് ആർ അഡോൺഡ് വിത്ത് സ്കൾപ്ചേഴ്സ്. ശില്പവിദ്യ കൊണ്ട് ക്ഷേത്ര ചുവരുകൾ, ക്ഷേത്ര ഭിത്തികൾ അലങ്കരിച്ചിരിക്കുന്ന ക്ഷേത്ര നിർമ്മാണ രീതിയാണ് അടുത്തതായിട്ട് നാം പാഠഭാഗത്ത് കാണുന്നത്. അതിനുദാഹരണമാണ് ഖജുരാഹോ ടെമ്പിൾ മധ്യപ്രദേശ്. ടെമ്പിൾസ് ആർ മൾട്ടി സ്റ്റോർഡ് ആൻഡ് ബിൽറ്റ് ഓഫ് ചിസിൽഡ് റോക്സ്. ചെത്തിമിനുക്കിയ കല്ലുകളും ബഹുനില ക്ഷേത്രങ്ങളും. മണ്ഡപാസ് വേർ ബിൽറ്റ് അഡ്ജസൻറ്റ് ടു ദ ടെമ്പിൾ. ക്ഷേത്രങ്ങൾക്കരികെ മണ്ഡപങ്ങൾ നിർമ്മിക്കുന്ന രീതി. പില്ലേഴ്സ് വിത്ത് കാർവിങ്സ് വേർ കൺസ്ട്രക്റ്റഡ്. പില്ലറുകളിൽ കൊത്തുപണികൾ നിർമ്മിച്ചിരിക്കുന്ന രീതി. ടെമ്പിൾസ് വേർ എക്സ്പാൻഡഡ്. വിസ്തൃതമായ ക്ഷേത്രങ്ങൾ. ഇതാണ് അടുത്തതായിട്ട് ക്ഷേത്ര നിർമ്മാണ രീതിയിൽ കാണുന്ന പ്രത്യേകത. വിട്ടലസ്വാമി ടെമ്പിളും ഹസരരാമ ടെമ്പിളുമാണ് വിജയനഗര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിലുണ്ടായ ടെമ്പിൾ കൺസ്ട്രക്ഷൻ സ്റ്റൈലിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് ഈ പാഠഭാഗത്ത് ഉള്ളത്. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ. ആർച്ച്, ഡൂംസ് ആൻഡ് മിനാരറ്റ്സ് വേർ ദ നോട്ടബിൾ ഫീച്ചേഴ്സ് ഓഫ് ദി സ്റ്റൈൽ. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. ഫിഗേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വേർ കാർവ്ഡ് ഫോർ ഡെക്കറേറ്റിംഗ് ബിൽഡിംഗ്സ്. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. മോർട്ടാർ, റെഡ് സാൻഡ്സ്റ്റോൺസ് ആൻഡ് മാർബിൾസ് വേർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. സ്പേഷ്യസ് ഗാർഡൻസ് വേർ സെറ്റ് ഓൺ ദ ബിൽഡിംഗ് പ്രെമിസസ്. നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. ഇതാണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൻ്റെ പ്രത്യേകതകൾ. ഈ മാതൃകയിൽ നിർമ്മിച്ച നിർമ്മിതികൾ ഓരോ കാലഘട്ടത്തിലുമുള്ളത് നമുക്ക് ചിന്തിക്കാം. സുൽത്താനേറ്റ് പീരീഡിൽ നിർമ്മിച്ചതാണ് കുത്തബ് മീനാർ. സുൽത്താൻ പീരീഡ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ പീരീഡാണ്. നോർത്ത് ഇന്ത്യയിലെ സുൽത്താൻമാരെ കുറിച്ചാണ്. അടുത്ത മുഗൾ കാലഘട്ടത്തിൽ നടത്തിയ നിർമ്മിതികൾക്ക് ഉദാഹരണങ്ങളാണ് ഹുമയൂൺസ് ടൂംബ്, റെഡ് ഫോർട്ട്, ജുമാ മസ്ജിദ് ഇൻ ഡൽഹി ആൻഡ് താജ്മഹൽ. ബാമിനി സുൽത്താൻ ആൻഡ് കുത്തബ് ഷാഹി സുൽത്താൻസ്, അത് സദേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. ആ നിർമ്മിതികൾക്ക് ഉദാഹരണങ്ങളാണ് ദ ഗോൾ ഗുംബസ് ഇൻ ബിജാപൂർ, ദ ചാർമിനാർ ഇൻ ഹൈദരാബാദ്. നിർമ്മാണ രീതികളിൽ അടുത്തതായിട്ട് ഗോതിക് സ്റ്റൈലാണ്. ഗോതിക് സ്റ്റൈൽ. പോയിൻറ്റഡ് ടവേഴ്സ് ആൻഡ് ആർച്ച് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റൈൽ. കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളുമാണ് ഇതിൻ്റെ മുഖ്യ സവിശേഷതയായിട്ട് കാണാൻ സാധിക്കുന്നത്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി, ബോം ജീസസ് ചർച്ച് ഇൻ ഗോവ, ഇതാണ് ഈ നിർമ്മാണ രീതികൾക്ക് ഉദാഹരണം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മ്യൂസിക് ഇൻ മിഡീവിയൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ സംഗീതത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. 1. കർണാട്ടിക് മ്യൂസിക്. കർണാടക സംഗീതം.
ഫ്ലറിഷ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. തെക്കേ ഇന്ത്യയിലാണ് ഇത് വ്യാപിച്ചത്. പുരന്ദരദാസ വാസ് എ ഫേമസ് കർണാട്ടിക് മ്യൂസിഷ്യൻ. പുരന്ദരദാസനായിരുന്നു കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയനായിരുന്ന സംഗീതജ്ഞൻ. രണ്ടാമത് ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഹിന്ദുസ്ഥാനി സംഗീതം. ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് and Mughal period, the influence of Persian music gave birth to a new style of music. It is known as Hindustani music. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി പുതിയൊരു സംഗീത ശൈലി രൂപപ്പെട്ടു. ഇതാണ് ഹിന്ദുസ്ഥാനി സംഗീതം. അമീർ ഖുസ്രു, ടാൻസൻ എക്സെട്ര were the famous musician of the period. അമീർ ഖുസ്രു, താൻസൻ തുടങ്ങിയവരാണ് അക്കാലത്തെ ശ്രദ്ധേയരായ സംഗീതജ്ഞർ. ഖവാലി മ്യൂസിക്. അടുത്തതായിട്ട് സംഗീതത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഖവാലി മ്യൂസിക്കാണ്. ഖവാലി എ ഫോം ഓഫ് മ്യൂസിക് ഡെവലപ്ഡ് ബാക്ക് ദെൻ. കർണാടക സംഗീതത്തിനും ഹിന്ദുസ്ഥാനി സംഗീതത്തിനു ശേഷം വളർന്നു വന്ന ഒരു സംഗീത ശാഖയാണ് ഖവാലി. അമീർ ഖുസ്രു പ്ലേഡ് എ മേജർ റോൾ ഇൻ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. അമീർ ഖുസ്രുവാണ് ഇതിൻ്റെ വികാസത്തിന് പ്രധാന പങ്ക് വഹിച്ചത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പെയിൻറ്റിങ്സ് ഇൻ ദ മിഡീവിയൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ ചിത്രകലയെക്കുറിച്ച് കുറിപ്പെഴുതുക. സെവറൽ റിമാർക്കബിൾ ചേഞ്ചസ് വേർ അപ്പാരൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് പെയിൻറ്റിംഗ്. ചിത്രകലയിലും മധ്യകാലഘട്ടത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വന്നു. ദ മേജർ തീംസ് വേർ ഫ്രം ദ രാമായണ, ദ ബൈബിൾ, റോയൽ ലൈഫ് ആൻഡ് നേച്ചർ. രാമായണം, ബൈബിൾ, കൊട്ടാര ജീവിതം, പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയവയായിരുന്നു ചിത്രങ്ങളുടെ പ്രമേയങ്ങൾ, വിഷയങ്ങൾ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലിറ്ററേച്ചർ ഇൻ മിഡീവിയൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ സാഹിത്യത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. ദ ഭക്തി ആൻഡ് സൂഫി മൂവ്മെൻറ്റ്സ് വിച്ച് ഒറിജിനേറ്റഡ് ഡ്യൂറിംഗ് ദ മിഡീവിയൽ പീരീഡ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ പ്രോഗ്രസ് ഓഫ് ലിറ്ററേച്ചർ. മധ്യകാലത്തെ ഇന്ത്യയിൽ രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും അക്കാലത്തെ സാഹിത്യത്തിൻ്റെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചു. ദ ഭക്തി മൂവ്മെൻറ്റ് സ്ട്രെങ്തൻ ദ വെർണാക്കുലേഴ്സ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വരവ് വിവിധ പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേകി. ദ പോയറ്റ്സ് ഓഫ് ദ ഭക്തി മൂവ്മെൻറ്റ് റോട്ട് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ പീപ്പിൾ. ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത്. ഇറ്റ് സ്റ്റിമുലേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫോളോയിങ് റീജിയണൽ ലാംഗ്വേജസ്. ഇത് താഴെ പറയുന്ന ഭാഷകളുടെ വികാസം പ്രാപിക്കുന്നതിന് കാരണമായി. മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി.